ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പോസ്റ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ സച്ചിയും രേവതിയും കൂടി ആ 30 ലക്ഷം രൂപ തട്ടിക്കൊണ്ട് പോയവനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അതേസമയം ശ്രുതിയും കൂടെ പറയാണ്, സച്ചിൻ രേവതി അത് അന്വേഷിക്കൊന്നും വേണ്ട, അതുകൊണ്ട് തന്നെ ഞങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാന്ന് പറയാം. അതുകൊണ്ട് തന്നെ അവർ ആൻ്റണിയെ ആ ജോലി ഏൽപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഉണ്ടാകുന്ന ഒരു സംഭവമാണ് കേട്ടോ. മലേഷ്യയിൽ നിന്ന് 2 പേര് വരികയാണ്, ഒരു കപ്പിളാണ് വരുന്നത്. അവരെന്താന്ന് വെച്ചാൽ പ്രായമായ 2 പേരാണ് കേട്ടോ. അവർ മലേഷ്യയെ സ്ഥിരതാമസമാക്കിയവരാണെങ്കിലും മലയാളികളാണ്. അവരങ്ങനെ അവരുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നാട്ടിലെത്തുകയാണ്. സച്ചിയുടെ വണ്ടിയിൽ അവർ കറങ്ങുകയാണ്. അങ്ങനെ ആ മലേഷ്യക്കാർ നമ്മുടെ സാക്ഷാൽ ശ്രുതിയുടെ അടുത്ത് എത്തുകയാണ്, ശ്രുതിയെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ശ്രുതിയാണെങ്കിൽ ഒരു രക്ഷയില്ല. ആ സമയത്ത് ശ്രുതിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവരുടെ അടുത്ത് തന്നെയാണ് ശ്രുതിയുടെയും വീടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മുന്നിൽ നിന്ന് ശ്രുതി ഒരു കൗശലകരമായ കള്ളത്തരം പ്രയോഗിച്ച് അവിടെ നിന്ന് മുങ്ങുകയാണ് ചെയ്യുന്നത്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ സച്ചിയും രേവതിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ രേവതി പറയുന്നുണ്ട് അയാളെക്കുറിച്ച്, ആ സിനിമാ നടൻ്റെ വീട്ടിൽ വന്ന ആളാണ് ശ്രുതിയെ പറ്റിച്ച് വീടിൻ്റെ അഡ്വാൻസ് എന്നൊക്കെ പറഞ്ഞ് ആ 30 ലക്ഷം രൂപയും കൊണ്ട് പോയത്. അപ്പോൾ ആ സിനിമാ നടനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ കിട്ടിയോ എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട് ആ കൂടുതൽ വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി അപ്പം സച്ചി പറയാണ്, ഇനിയും രേവതി നീ പോയിട്ട് അവിടെ അന്വേഷിക്കണം, ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകണം. നിനക്ക് ആ വീട്ടിലെ ഓർഡർ കിട്ടിയിട്ടില്ലേ മാല കെട്ടാനായിട്ടുള്ളത്, അപ്പോൾ അതിനായിട്ട് ചെന്ന് അന്വേഷിക്കണം എന്ന് പറയാം. അപ്പോൾ രേവതി പറയുന്നുണ്ട് ശരിയാ, ഞാൻ പോയി അന്വേഷിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം ഉടനെ ശ്രുതിയും കൂടി പറയുകയാണേ, അതെ രേവതി ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ സച്ചി അവരോട് പറയാണ്. രേവതിയും ഞാനും കൂടി അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ആവുമ്പോൾ ചിലപ്പം അവരെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കിട്ടുമായിരിക്കും. രേവതി പോയിട്ട് ആ വീട്ടിൽ നിന്ന് അയാളെക്കുറിച്ചുള്ള വിവരമൊന്നും കിട്ടിയിട്ടില്ല. ആ സിനിമാ നടനെക്കുറിച്ചിട്ടുള്ള വിവരം കിട്ടി. അയാൾ ഒരു നല്ല മനുഷ്യനാണെന്ന് പറയാണ്. അപ്പോൾ ഉടനെ രേവതി ചോദിക്കുന്നുണ്ട്, ഇവർ ഈ അഡ്വാൻസ് കൊടുത്തത് അമ്പലത്തിൽ വെച്ചിട്ടല്ലേ? എൻ്റെ അമ്മ മാല കിട്ടുന്ന അമ്പലത്തിൽ വെച്ച്, അവിടെ വെച്ചിട്ടായതുകൊണ്ട് തന്നെ അവിടുത്തെ CCTVയിൽ ദൃശ്യങ്ങളൊക്കെ കാണുമായിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അന്വേഷിക്കാം. അവിടെ പോയി അവരോട് ചോദിച്ചാൽ കമ്മിറ്റിക്കാരെയൊക്കെ എനിക്ക് അറിയാവുന്നത് കൊണ്ട് ചിലപ്പോൾ അവർ ആ ദൃശ്യങ്ങളൊക്കെ എനിക്ക് നൽകും. അങ്ങനെ ആ CCTV ഫൂട്ടേജ് കിട്ടിയാൽ അയാളെക്കുറിച്ചിട്ടൊരു വിവരം കിട്ടുകയും ഫോട്ടോ എന്തെങ്കിലുമൊക്കെ കിട്ടുകയും ചെയ്യലേ എന്ന് ചോദിക്കുക. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അത് കൊള്ളാം, അത് നല്ലൊരു ഐഡിയ. ആ അമ്പലത്തിൽ വെച്ചിട്ടാണ് പണം കൈമാറിയിരിക്കുന്നത്. അപ്പോൾ അവർ ആ അമ്പലത്തിൽ വന്നിട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ CCTV ഫുട്ടേജ് കാണും. പക്ഷേ അവരത് തരുമോ എന്ന് ശ്രുതി ചോദിക്കുക. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, രേവതി ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ രേവതിയുടെ അമ്മ അവിടെ മാല കിട്ടുന്നതല്ലേ. അതുപോലെ വർഷങ്ങളായിട്ട് രേവതിക്ക് അറിയാവുന്ന ആൾക്കാർ അവിടെയുള്ള കമ്മിറ്റിക്കാരും പൂജാരിയും ഒക്കെ. അതുകൊണ്ട് രേവതി അവരോട് ചോദിച്ചാൽ ആ CCTVയിൽ നിന്ന് ആ ഫുട്ടേജ് കിട്ടുകയും അവരെ കുറിച്ചിട്ടുള്ള ഒരു വിവരം കിട്ടുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോലീസിലാണെങ്കിലും കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. കാരണം അവരുടെ ഫോട്ടോ കിട്ടാതെ ഒരു അഡ്രസ്സ് പോലും കിട്ടാതെ എങ്ങനെയാണ് നമ്മൾ പരാതിപ്പെടുന്നതെന്നൊക്കെ ഇവരിങ്ങനെ പറയുക. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഞാൻ തന്നെ അന്വേഷിച്ചൊക്കെ കണ്ടെത്തിക്കോളാം എന്ന് പറയുമ്പോൾ സച്ചിൻ പറയാണ്, അതേ രേവതി തന്നെ അന്വേഷിച്ച് കണ്ടെത്തിക്കോളും ആ വിവരങ്ങളൊക്കെ എന്ന് പറയുമ്പം ഉടനെ ശ്രുതിയോട് പറയുക, ശ്രുതി വേണ്ട കേട്ടോ, രേവതിയെ കൊണ്ട് ഇനി അന്വേഷിപ്പിക്കാനൊന്നും നിൽക്കണ്ട. സച്ചിൻ രേവതി അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ നമ്മുടെ കാര്യം പോക്കാം. ആ പണം ഡീലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിയതാ, അത് അവർക്ക് നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടതാ. സച്ചിൻ രേവതിയും ആ പണം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ആ പണം അച്ഛൻ്റെ പണമാണെന്ന് പറഞ്ഞിട്ട് എടുത്ത് വീതിക്കും. നമുക്ക് പിന്നെ അതിൽ നിന്ന് ഒറ്റ കാശ് പോലും കിട്ടാൻ പോകുന്നില്ല കേട്ടോ എന്ന് പറയാം. അപ്പോൾ ശ്രുതി പറയാം, ശരിയാ. ഉടനെ ശ്രുതി പറയാ കേട്ടോ, അതേ സച്ചി വേണ്ട, നിങ്ങൾ ഇനി അന്വേഷിക്കേണ്ട കേട്ടോ, ഞാനും രേവതിയും കൂടി അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം എന്ന് പറയാം. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്താടാ പറഞ്ഞേ, നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാമെന്നോ? ഞാനും രേവതി ഇത്രയും നാളും കഷ്ടപ്പെട്ടൊക്കെ വെറുതെ ആയോ? രേവതിയാണെങ്കിൽ ആ സിനിമാ നടൻ്റെ വീട്ടിൽ പോയി എന്തെല്ലാം വിവരങ്ങളൊക്കെ തിരക്കി അന്വേഷിച്ചൊക്കെ വന്നതാ, എന്നിട്ടിപ്പോൾ ഇങ്ങനെയാണോ നീ പറയുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ ശ്രുതി പറയാം, അതും മതി, ഇനിയിപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാനൊന്നും നിൽക്കണ്ട, ഞാനും ശ്രുതിയും കൂടെ ഈ വിവരങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. അല്ലാതെ രേവതിയും സച്ചി ഇനി ഇതിനായിട്ട് ബുദ്ധിമുട്ടണ്ട, ഇത്രയൊക്കെ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിൽ ഞങ്ങൾക്ക് വലിയ വിഷമമുണ്ടെന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ ശ്രുതിയും പറയാം, ശരിയാ രേവതി ഇത് അന്വേഷിക്കേണ്ട, ഇപ്പോൾ ഇതുവരെ എത്തിയില്ലേ, ഇനി അമ്പലത്തിലെ CCTV ഫുട്ടേജ് കിട്ടുമോയെന്ന് നമുക്ക് നോക്കാം. ഞാനും സച്ചിയും പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടാം. അങ്ങനെ ആവുമ്പം ആ ഫുട്ടേജ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ശരി, സച്ചി പറയാം, ആയിക്കോട്ടെ, എന്നാൽ നിങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോ എന്നിങ്ങനെ പറയാണ്.
എന്നിട്ട് അവരങ്ങ് പോകുമ്പം സച്ചിൻ രേവതിയും കൂടെ പറയാ, കണ്ടോ ഇപ്പം നമ്മൾ അന്വേഷിക്കേണ്ടാന്ന്, ഇവിടം വരെ കാര്യങ്ങൾ എത്തിച്ചപ്പോഴാണ് അവർക്കത് ബോധോദയം ഉണ്ടായത്. ആ പണം എങ്ങാനും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കൊടുത്തില്ലെങ്കിലോ എന്നുള്ള ഭയമാണ് എന്ന് രേവതി പറയാ. അപ്പോൾ സച്ചിൻ പറയുന്നുണ്ട്, ഇപ്പം അവൻ അന്വേഷിച്ച ഉടനെ എല്ലാ വിവരങ്ങളും അങ്ങ് കിട്ടുകയല്ലേ, നോക്കി ഇരുന്നോണ്ടാ മതിയെന്ന് പറയാണ്. അതേസമയം ശ്രുതിയോട് പറയാ, ശ്രുതി നമുക്ക് ആ വിവരങ്ങളൊക്കെ അന്വേഷിക്കണം, ഞാൻ ഒരാളെ കൊണ്ട് അതൊക്കെ ഒന്ന് അന്വേഷിപ്പിച്ചെടുക്കാമെന്ന് പറയാം. അങ്ങനെ ശ്രുതി വിചാരിക്കുക കേട്ടോ, ആൻ്റണിയോട് തന്നെ പറയാം. കാരണം ആൻ്റണി ആകുമ്പം ഈ വക കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ മിടുക്കനാണല്ലോ, ആ അമ്പലത്തിലെ CCTV ഫുട്ടേജൊക്കെ എടുക്കാൻ ആൻ്റണിയെ കൊണ്ട് പറ്റും എന്ന് വിചാരിക്കുക. അങ്ങനെ ശ്രുതി ചെന്ന് ആൻ്റണിയെ കാണുക. എന്നിട്ട് ആൻ്റണിയോട് പറയുന്നുണ്ട്, ആൻ്റണി എനിക്ക് വേണ്ടി താനൊരു ഉപകാരം ചെയ്യണമെന്ന് പറയാം. അപ്പോൾ ആൻ്റണി ചോദിക്കുന്നുണ്ട്, എന്തുപകാരം ചെയ്യണമെന്നാ? അല്ല, ഞങ്ങളൊരു 30 ലക്ഷം രൂപ ഒരു വലിയ വീട് വാങ്ങാൻ വേണ്ടി അഡ്വാൻസ് കൊടുത്തു. അതൊരു കള്ളക്കൂട്ടരായിരുന്നു, അയാൾ ഞങ്ങളെ പറ്റിച്ചുകൊണ്ട് പോവുകയും ചെയ്തു, അയാളെ കണ്ടുപിടിക്കണമെന്ന് പറയാം. അപ്പോൾ ആൻ്റണി പറയാം, ഇങ്ങനെയുള്ള അബദ്ധങ്ങളിലൊക്കെ നിങ്ങൾ പല പ്രാവശ്യം ആയല്ലോ ചാടാൻ തുടങ്ങിയിട്ട്. അവർ ഉടനെ ശ്രുതി പറയുന്നുണ്ട്, അതെ ആൻ്റണിയെ കൊണ്ട് സാധിക്കും, രേവതി കുറച്ച് കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം രേവതിയുടെ അമ്മ മാല കിട്ടുന്ന ആ അമ്പലമില്ലേ, ആ അമ്പലത്തിൽ വെച്ചിട്ടാണ് ശ്രുതി അവർക്ക് പണം കൈമാറിയത്. ആ അമ്പലത്തിലെ CCTV ഫുട്ടേജിലെ വിവരങ്ങളെല്ലാം കാണും. ആൻ്റണി അവിടെ പോയി അതൊന്ന് എടുത്തു തരണം, അയാളെ ഒന്ന് കണ്ടുപിടിച്ച് തരണം എന്ന് പറയാം. അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, ഇത്രയല്ലേ ഉള്ളൂ കാര്യം, ഞാൻ ചെയ്തോളാം എന്ന് പറയാണ്. അപ്പോൾ എനിക്കുള്ള കമ്മീഷൻ തരുമല്ലോ എന്ന് പറയുക. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ തന്നോളാം എന്ന് പറയാം. അപ്പോൾ ആൻ്റണിയുടെ ഫ്രണ്ട് പറയുന്നുണ്ട് കേട്ടോ ആൻ്റണിയോട്, താൻ എന്തിനാണോ എപ്പോഴും ഈ പെണ്ണിനെ സഹായിക്കാൻ നിൽക്കുന്നത്, അവളൊരു പഠിച്ച കളിയാണ്, അവളെ കാണുമ്പോൾ അറിയാമേലേ, അവൾ ഭയങ്കര സാധനമാണ്, അവളെ എന്തിനാ വെറുതെ നമുക്ക് മെച്ചമില്ലാത്ത കാര്യമൊക്കെ എന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ ആൻ്റണി പറയാം, താൻ എങ്ങനെയാണ് പറയുന്ന, അവളെ കൊണ്ട് എനിക്കിപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവളെ കൈ വച്ചിരിക്കുന്നത്. അത് കഴിയുമ്പോൾ ഞാൻ കണക്ക് പറഞ്ഞ് അവളോട് കാശ് വാങ്ങിച്ചിരിക്കും. അവൾ തനി ഫ്രോഡാണെന്നുള്ള വിവരം എനിക്ക് നന്നായിട്ടറിയാം. എന്തായാലും നമുക്ക് ആ അമ്പലത്തിൽ പോയി കമ്മിറ്റിക്കാരെ കണ്ട് CCTV ഫുട്ടേജ് കിട്ടുമോ നോക്കാം എന്നിങ്ങനെ പറയണം. ആ സമയത്ത് രേവതിയും സച്ചിയൊക്കെ ആ അമ്പലത്തിലുള്ള സമയമാണ് കേട്ടോ. അപ്പം രേവതിയുടെ അമ്മയും അവിടെയുണ്ട്. അങ്ങനെ ആൻ്റണി അവിടെ ചെല്ലാണ്. ആൻ്റണി ചെയ്തിട്ട് അമ്പലത്തിലുള്ളവരോട് CCTV ഫുട്ടേജ് ചോദിക്കാൻ വേണ്ടി ചെല്ലുക. അതേസമയമാണ് കേട്ടോ മലേഷ്യ എന്ന 2 പേര് വരികയാണ്. ഇത്തിരി പ്രായം ചെന്ന 2 കപ്പിൾ. അവരാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അവർ മലേഷ്യ സ്ഥിര താമസമാണ്. അങ്ങനെ നാട്ടിലെത്തിയപ്പം അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഇന്ത്യയിൽ മുഴുവനുള്ള സ്ഥലങ്ങളെല്ലാം ചുറ്റിക്കറങ്ങി കണ്ട് ആഘോഷിക്കാൻ വേണ്ടി വന്നിരിക്കുക. അന്നത്തെ ദിവസം അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സച്ചിയുടെ വണ്ടിയിലാണ് കയറുന്നത് അവർ. അപ്പോൾ അവർ സച്ചിയോട് പറയാണ്, ദേ ഇയാൾ ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്യണമെന്ന് പറയാം. അപ്പം സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ വേണ്ടതെന്ന് ചോദിക്കുക. അല്ല, ഞങ്ങൾ മലേഷ്യയിൽ നിന്ന് വന്നവരാണെന്ന് പറയാം. അങ്ങനെയാണോ? അല്ല, ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല, ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, അതുകൊണ്ട് ഒരു ക്ഷേത്രത്തിലൊന്ന് പോകണം, ഒരു അമ്പലത്തിൽ പോയി വഴിപാടും പൂജയൊക്കെ നടത്തണം എന്ന് പറയാം. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അതിനെന്താ, ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലേക്ക് ഞാൻ കൊണ്ടുപോകാമെന്ന് പറയാം. അങ്ങനെ സച്ചി ആ ക്ഷേത്രത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്, രേവതിയുടെ അമ്മ മാല കിട്ടുന്ന ക്ഷേത്രത്തിൽ. ആ ക്ഷേത്രത്തിൽ അവരെയും കൊണ്ട് വരുമ്പോൾ അവിടെ രേവതിയുണ്ട്, രേവതിയുടെ അമ്മയുണ്ട്. അപ്പോൾ അവരെ കൊണ്ടുവന്ന് വലിയ സന്തോഷത്തിൽ സച്ചി കൊണ്ടുവന്നിട്ട് പറയാം, ഈ അമ്പലത്തിൽ വെച്ച് നമുക്ക് വഴിപാടൊക്കെ നടത്താം, നിങ്ങൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചോളാൻ പറയാണ്. അപ്പോൾ അവർ 2 പേരും കൂടെ അകത്ത് കയറി പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം ഇറങ്ങി വരുമ്പോൾ രേവതി അവിടെയുണ്ട്. അപ്പം അവരെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ, ദേ ഇതാ എൻ്റെ ഭാര്യ രേവതി, ഇവള് ഈ അമ്പലത്തിലേക്ക് മാല കെട്ടുന്നതാ, ദേ ഇവിടെ അമ്മയും ഇവിടെ വർഷങ്ങളായിട്ട് മാല കെട്ടുന്നതാ, നല്ല വിളിപ്പുറത്ത് വരുന്ന ദേവിയാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ അവരോട് പറയാം. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ട് അവർ പറയാം, രേവതിയാണല്ലേ, സച്ചി ഒരുപാട് കാര്യം വണ്ടിയിലിരുന്നൊക്കെ പറഞ്ഞു, മോളെ കാണാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്നൊക്കെ പറയാം. അപ്പോൾ രേവതിയും പറയുന്നുണ്ട്, നിങ്ങളെ കാണാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അവർ പറയാം, സച്ചിക്ക് രേവതിയോട് നല്ല സ്നേഹമാണ്, ആ സംസാരത്തിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയാം. അങ്ങനെ അവർ ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് സച്ചി രേവതിയോട് പറയുന്നുണ്ട്, രേവതി ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ഇന്ന് ഇവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ, ഇവർക്കൊരു ഗിഫ്റ്റ് പോലെ നമ്മുടെ വീട്ടിൽ ഒരു സദ്യ വെച്ച് കൊടുത്താലോ, ഇവരെ നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചാലോ, നീ ഒരു സദ്യ ഒരുക്കുമോയെന്ന് ചോദിക്കുക. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എൻ്റെ പൊന്ന് സച്ചിയേട്ടാ, സദ്യ ഒരുക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇവർക്ക് സദ്യ കൊടുക്കാൻ. പക്ഷെ അതൊന്നും ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ വീട്ടിൽ വെച്ച് സദ്യ കൊടുക്കാൻ പറ്റുമോ, അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടുമോ? ഇവരവിടെ വന്നാൽ അമ്മ വായി തോന്നുന്നൊക്കെ വിളിച്ച് പറയും. അത് തന്നെയല്ല, സദ്യ ഉണ്ടാക്കാൻ അമ്മ സമ്മതിക്കുകയില്ല, എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പറയാം. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, പിന്നെ അമ്മ എന്ത് പറയാനാ, എന്തായാലും ഞാൻ ഇവരെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ പോവാ, അവിടെ വെച്ചിട്ട് ഒരു സദ്യയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ നമ്മുടെ പാർലറേടത്തി
മലേഷ്യയിലായിരുന്നില്ലേ? ഇവരും മലേഷ്യയിലാണെന്നാണ് പറയുന്നത്. പാർലറിടത്തെക്കുറിച്ച് ഇവർക്ക് എന്തെങ്കിലും വിവരം അറിയാവോന്ന് നമുക്ക് ചോദിക്കുകയും ചെയ്യാം. പാർലറിടത്തി ഇവരും പരിചയക്കാരാണോന്നോ ബന്ധുക്കളാണെന്നൊക്കെ വല്ല അറിയാം. അതുകൊണ്ട് ഇവരെ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയാം. അപ്പോൾ രേവതിയും പറയുന്നുണ്ട്, ശരി, ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറാ. അമ്മ എന്തെങ്കിലും പറഞ്ഞാലോ? എൻ്റെ പൊന്നു രേവതി, അമ്മയൊന്നും പറയില്ല. ഇവർ മലേഷ്യയിൽ നിന്ന് വന്നവരാണെന്നും പണക്കാരാണെന്നും ഒക്കെ പറഞ്ഞു കഴിയുമ്പം അമ്മയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയാണ്. എന്നിട്ട് സച്ചി അവരോട് പറയണേ, അതെ, ഇന്ന് നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ, നല്ല സന്തോഷമുണ്ട് കേട്ടോ നിങ്ങൾ നാട്ടിൽ വന്നതിന്. അതുകൊണ്ട് ഇന്നത്തെ സദ്യ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് ആയിക്കോട്ടെ. രേവതിയുടെ കൈ കൊണ്ടുണ്ടാക്കുന്ന സാധനങ്ങൾ സദ്യയായിട്ട് ഇന്ന് നിങ്ങൾക്ക് തരാം. അപ്പം ഇന്ന് നമ്മുടെ വീട്ടിൽ വെച്ച് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചങ്ങ് കൂടാന്ന് പറയാം. അപ്പോൾ അവർ പറയുന്നുണ്ട്, അയ്യോ അതൊന്നും വേണ്ടായിരുന്നു കേട്ടോ എന്ന് പറയാ. അല്ല അല്ല അങ്ങനെയല്ല, ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് സന്തോഷമായിട്ട് ഒരു സദ്യ തരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം, അതുകൊണ്ടാണെന്ന് പറയാം. അപ്പോൾ അവരത് സമ്മതിക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ആൻ്റണിയും കൂട്ടരും അമ്പലത്തിൽ വന്നിരിക്കുന്നത് കാണുന്നത്. അമ്പലത്തിൽ വന്ന് അവരവിടെ നിന്ന് മൊത്തം പരുങ്ങിയിട്ട് കമ്മിറ്റിക്കാരോട് ചെന്നിട്ട് CCTV ഫുട്ടേജ് ഒക്കെ ചോദിക്കുക. അപ്പോൾ അവർ പറയുന്നുണ്ട്, അങ്ങനെ വെറുതെ CCTV ഫുട്ടേജ് ഒന്നും എടുത്ത് തരാൻ പറ്റില്ല എന്ന് പറയുക. കാരണം ആൻ്റണി ഒരു തരികിടയാണെന്നുള്ള വിവരം അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവർ പറയുന്നുണ്ട്, അങ്ങനെ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ചുമ്മാ CCTV ഫുട്ടേജ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. നീ ആ നിൽക്കുന്ന രേവതി ഉണ്ടല്ലോ, രേവതിയുടെ അമ്മ ഇവിടെ വർഷങ്ങളായിട്ട് മാല കെട്ടുന്ന രേവതിയെ ഞങ്ങൾക്ക് നല്ല പരിചയമുണ്ട്. എന്നിട്ട് പോലും ആ കുട്ടി ചോദിച്ചിട്ട് ഞങ്ങൾ കൊടുത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് തരാൻ പറ്റില്ലെന്ന് പറയാം. അപ്പോൾ ഉടനെ ആൻ്റണി പറയാം, അതെന്ത് ന്യായമാ, ഞങ്ങൾക്കൊരു കാര്യം നോക്കാനായിട്ടാ, ഒരാളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാ. അയാൾ ആ സുധി എന്ന് പറയുന്നവൻ്റെ കയ്യിൽ നിന്ന് 30 ലക്ഷം രൂപ അടിച്ചുകൊണ്ട് മുങ്ങിയവനാ. അവൻ്റെ വിവരങ്ങൾ കിട്ടണമെങ്കിലേ ഇവിടുത്തെ CCTVയിലെ ഫ്യൂട്ടേജ് നോക്കിയാലേ പറ്റുള്ളൂ എന്ന് പറയാം. അപ്പോൾ അവർ പറയാം, അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്ക്, സ്റ്റേഷനിൽ ചെന്ന് എഴുതി കൊടുക്ക്. അങ്ങനെ പോലീസുകാരെയും കൊണ്ട് വാ. പോലീസുകാർ വന്ന് ചോദിച്ചാൽ മാത്രമേ ഞങ്ങൾ CCTVയിലെ വിവരങ്ങൾ കൊടുക്കുള്ളൂ. അല്ലാതെ വരുന്നവർക്കും പോകുന്നവർക്കും മുഴുവൻ CCTVയിലെ വിവരങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാം. അപ്പോൾ ഉടനെ ആൻ്റണി പോരുക. അപ്പോൾ ആൻ്റണിയുടെ ഫ്രണ്ടിനോട് പറയുന്നുണ്ട്, ഓ ഇത് വല്ലാത്തൊരു കെണിയായിപ്പോയല്ലോ, ഇത് നടക്കത്തില്ല, ഇനിയിപ്പം സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കണം, അതിന് ആ ശ്രുതിയെ വിളിച്ച് പറയാം എന്ന് പറയാം. എന്നിട്ട് ശ്രുതിയെ വിളിച്ച് പറയുക, ശ്രുതി, ഞങ്ങൾ വന്നിട്ട് ആ കാര്യം നടക്കില്ല കേട്ടോ, വെറുതെ ഒന്നും കമ്മിറ്റിക്കാർ CCTV ഫുട്ടേജ് ഒന്നും തരില്ല. അത് തന്നെയല്ല, ആ സച്ചിയും രേവതിയും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു, അവർ കണ്ടോന്നറിയില്ല ഞങ്ങളെ, അവർ ചോദിച്ചിട്ട് പോലും കൊടുത്തില്ലെന്നാണ് കമ്മിറ്റിക്കാർ പറഞ്ഞത്. അപ്പോൾ ഉടനെ ശ്രുതി പറയാ, ദൈവമേ, സച്ചിയും രേവതിയും കണ്ടെന്നോ, അവർക്ക് മനസ്സിലായി കാണുമോ, നീ എന്തിനാ വന്ന് ചോദിച്ചതെന്ന് അവർ ഓർക്കില്ലേ, ഞാൻ നിന്നെ പറഞ്ഞു വിട്ടതാണെന്നും അവർക്ക് തോന്നുമായിരിക്കുമല്ലേ എന്ന് ആൻ്റണിയോട് പറയാ. ആൻ്റണി പറയാം, അതൊന്നും എനിക്കറിയില്ല, ഇനിയിപ്പോൾ CCTVയിലെ വിവരങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെന്ന് സ്റ്റേഷനിൽ പോയി പരാതി എഴുതി കൊടുത്ത് പോലീസിനെയും കൂട്ടിക്കൊണ്ട് വരണം, അങ്ങനെ വന്നാൽ മാത്രമേ ഇത് നടക്കാൻ പോകുന്നുള്ളൂ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഉടനെ ശ്രുതിയോട് പറയാം, ശ്രുതി, നമുക്ക് CCTVയിലെ വിവരങ്ങൾ ആൻ്റണി ചെന്നിട്ട് കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ നമുക്ക് ആൻ്റണിയെ കണ്ടോന്ന് അറിയില്ല ഇനി സച്ചിയൊക്കെ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് ശ്രുതിയോട് പറയാ, ശ്രുതി, ഇനിയിപ്പോൾ സ്റ്റേഷനിൽ പോയി ശ്രുതി ഒരു കംപ്ലൈൻറ്റ് കൊടുക്കണം, അമ്പലത്തിലെ CCTV വിവരങ്ങൾ കിട്ടണമെങ്കിൽ പോലീസിനെ കൂട്ടിക്കൊണ്ട് പോകണം. അപ്പോൾ ശ്രുതി സ്റ്റേഷനിലേക്കൊന്ന് ചെല്ല് എന്ന് പറയാണ്. അപ്പോൾ ശ്രുതി പറയാം, അതിനിപ്പോൾ എന്താ, ഞാൻ സ്റ്റേഷനിൽ ചെല്ലാലോ, ഞാൻ സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്ത് വിവരങ്ങളൊക്കെ അന്വേഷിച്ച് വന്നേക്കാമെന്ന് പറയാം. അങ്ങനെ ശ്രുതി സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടെ SIയുടെ അടുത്ത് ചെന്ന് വലിയ ഗമയ്ക്കിരിക്കുക. അപ്പോൾ പോലീസുകാരൻ ചോദിക്കുക, എന്താ? അപ്പോൾ പറയുകയാണെ, അതെ, ഞാനിങ്ങനെ ഇത്രയധികം വിദ്യാഭ്യാസമുണ്ട്, അങ്ങനെയൊക്കെ ഭയങ്കര പൊങ്ങച്ചം പറയാണ്, ഞാൻ അങ്ങ് MA കഴിഞ്ഞതാണ്, അതിനുശേഷം വേറെ PhD ചെയ്തു, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്, അതിനൊക്കെ ശേഷം എനിക്കിതിപ്പോൾ വലിയ ബിസിനസ്സാണ്, ഇതാണ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്റ്റൈലായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പോലീസുകാരൻ നോക്കിയിരിക്കുക. തനിക്ക് എന്തുണ്ടായാലും ഞങ്ങൾക്ക് എന്താ, താൻ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേന്ന് പറ. അതെ, എൻ്റെ കയ്യിൽ നിന്ന് ഒരാൾ ഒരു 30 ലക്ഷം രൂപ തട്ടിക്കൊണ്ട് പോയി, അയാളുടെ വിവരങ്ങൾ വേണമായിരുന്നു, അതിനൊരു പരാതിയും തരണം, അതോടൊപ്പം CCTVയിലെ ഫുട്ടേജ് അമ്പലത്തിൽ നിന്ന് എടുക്കണമെങ്കിൽ പോലീസ് കൂടി വരണമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നേ എന്ന് പറയാം. അപ്പോൾ അവർ പറയാം, ഓ അവിടെ ഞാൻ ഇരിക്കേ, ഞങ്ങൾ കുറച്ച് തിരക്കാ, പരാതി എഴുതിത്താ പേപ്പറിൽ, അപ്പോൾ പിന്നെ നോക്കാമെന്ന് പറയാം. അപ്പോൾ ശ്രുതി പറയും, ഓ പരാതി എഴുതി തന്നാൽ മതിയല്ലേ എന്നൊക്കെ പറയണം. ശ്രുതിക്കാണെങ്കിൽ ശരിക്കും പരാതി എഴുതാവൊന്നും അറിയില്ല. പെട്ടെന്ന് തന്നെ ശ്രുതി പേപ്പറൊക്കെ എടുത്തിട്ട് പോയിട്ട് എഴുതുവാണ്, പ്രിയപ്പെട്ട SI സാർ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രേമലേഖനം എഴുതുന്ന പോലൊക്കെ എഴുതി വെക്കുവാണ്. ഒരു ഫോർമൽ ലെറ്ററിൻ്റെ രീതിയിലൊന്നും അല്ലാതെ ശ്രുതി എഴുതി വെക്കുക. എന്നിട്ട് അത് കൊണ്ട് കൊടുക്കുക. അപ്പോൾ SI ചോദിക്കുക, ഇതെന്താണോ ഈ എഴുതി വെച്ചിരിക്കുന്നത്, തനിക്ക് ഇത്രയധികം വിദ്യാഭ്യാസം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഇങ്ങനെ ഒരു പരാതി എഴുതാൻ പോലും അറിയില്ലേ, അയ്യേ ഇതെന്താ താൻ പ്രേമലേഖനം എഴുതുന്നോ, തനിക്ക് ഇത് തന്നെയായിരുന്നോ പണി? അപ്പോൾ ശ്രുതി പറയാം, ഇങ്ങനെയല്ലേ എഴുതണ്ടേ, പിന്നെ എങ്ങനെ എഴുതേണ്ടത്, എനിക്കിതൊന്നും പരിചയമില്ല കേട്ടോ, ഞാനിങ്ങനെ സ്റ്റേഷനിലൊന്നും കയറി ഇറങ്ങി നടന്നിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല എന്ന് പറയും. ഓഹോ, നീ സ്റ്റേഷനിലൊന്നും കയറി ഇറങ്ങി നടക്കാൻ സാധ്യതയില്ല, അത്രയ്ക്കുണ്ടല്ലോ തലയ്ക്കകത്തെ ബുദ്ധി, പോയി ഫ്രെമ്മും 2 ഒക്കെ വച്ചിട്ട് ഒരു പരാതി എഴുതിത്താ. ഓ അങ്ങനെ എഴുതണമായിരുന്നല്ലേ, ശരി ഞാനിപ്പോൾ എഴുതിത്തരാം എന്നും പറഞ്ഞു പോയി ശ്രുതി പരാതിയൊക്കെ എഴുതി കൊടുക്കുക.
അപ്പോൾ SI പോലീസുകാരനോട് പറയാം, ഇതെന്ത് സാധനം, ഇവൻ്റെ തലയ്ക്കകത്ത് വെളിവൊന്നുമില്ലേ, ഒരു വട്ട് കേസാണെന്ന് തോന്നുന്നു, ഇവനെ പറ്റിച്ചുകൊണ്ട് പോയില്ലെങ്കിലേ പറയാനുള്ളൂ, വെറും ഒരു പൊട്ടൻ കിഴങ്ങൻ എന്നൊക്കെ അവരിങ്ങനെ പറയുക. അങ്ങനെ ശ്രുതി പരാതി കൊണ്ട് കൊടുക്കുമ്പം അയാൾ പറയാണ് കേട്ടോ. എന്നിട്ട് ആ പോലീസിനോട് പറയാം, ബാ നമുക്ക് അമ്പലത്തിൽ പോയി വിവരങ്ങളൊക്കെ എടുക്കാമെന്ന് പറയാം. അപ്പോൾ പോലീസുകാരൻ പറയാം, താൻ വിളിക്കുമ്പോൾ വരാൻ താൻ എൻ്റെ കൊച്ചമ്മയുടെ മോനൊന്നും അല്ലല്ലോ, അതുകൊണ്ടേ എനിക്കിവിടെ കുറച്ച് പണിയൊക്കെ ഉണ്ട്, അതൊക്കെ തീർന്നു കഴിഞ്ഞ് അമ്പലത്തിൽ പോയി CCTVയിലെ വിവരങ്ങൾ ഞങ്ങൾ എടുത്തോളാം, എന്നിട്ട് വിവരങ്ങളൊക്കെ അങ്ങോട്ട് അറിയിച്ചോളാം, ഇവിടെ ഇനി നിന്ന് കറങ്ങുമൊന്നും വേണ്ട, നേരെ വീട്ടിലോട്ട് വിട്ടോ എന്ന് ശ്രുതിയോട് പറയാം. ശ്രുതിയാണെങ്കിൽ അവിടെ നിന്ന് പോവുകയും ചെയ്യാണ്. എന്നിട്ട് ശ്രുതിയോട് ചെന്ന് ഈ വിവരങ്ങളൊക്കെ പറയുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ ശ്രുതിയുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ആൻ്റണി വന്ന് അവിടെ അമ്പലത്തിൽ ചെന്ന് അന്വേഷിച്ച വിവരം രേവതി സച്ചിയും അറിയുമല്ലോ. അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഞാൻ എന്തിനാ ആൻ്റണിയെ പറഞ്ഞു വിട്ടതെന്ന് ആലോചിക്കുമല്ലോ, ഞാനായിരിക്കുമല്ലോ പറഞ്ഞു വിട്ടേന്ന് അവർക്ക് തോന്നുമല്ലോ എന്നൊക്കെ ഒരു 100 ടെൻഷനുമായിട്ട് നമ്മുടെ ശ്രുതി ഇരിക്കുകയാണ്. ആ സമയത്താണ് സച്ചി സദ്യ ഒരുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. മലേഷ്യക്കാരെ വീട്ടിലേക്ക് ക്ഷണിക്കുക. രേവതിയാണെങ്കിൽ ഒരുപാട് കൂട്ടം കറികളൊക്കെ ഇങ്ങനെ വച്ച് വെക്കുകയാണ്. അപ്പോഴേക്കുമാണ് ചന്ദ്ര വരുന്നത്. ചന്ദ്ര ചോദിക്കുക, നീ എന്തിനാ ഇപ്പോൾ ഇവിടെ ഇതെല്ലാം ഉണ്ടാക്കുന്നത്, ഇന്നെന്താ നീ പായസമൊക്കെ വെച്ചത്? അപ്പോൾ രേവതി പറയാം, സച്ചിയേട്ടൻ്റെ വണ്ടിയിൽ ഓട്ടം വന്ന് 2 പേരുണ്ട് മലേഷ്യക്കാർ, അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാ, അവർക്കിന്ന് ഇവിടെ സദ്യ കൊടുക്കുന്നതെന്ന് സച്ചിയേട്ടൻ പറഞ്ഞു, അവരുടെ വെഡിങ് ആനിവേഴ്സറി എന്ന് അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ചന്ദ്ര പറയാ, അവരെന്തിനാ ഇങ്ങോട്ട് ക്ഷണിച്ചത്? ആഹാ, ഇത് കൊള്ളാമല്ലോ, അവൻ്റെ വണ്ടിയിൽ ഓട്ടം പോകുന്നവരെല്ലാം ഈ വീട്ടിൽ വിളിച്ച് സദ്യ കൊടുക്കാമെന്ന് വിചാരിച്ചാണോ നീയൊക്കെ ഇരിക്കുന്നത്? അപ്പോൾ പറയാണ്, ഇതൊന്നും ഇവിടെ നടക്കില്ല എന്ന് ചന്ദ്ര പറയാം. അപ്പോൾ ഉടനെ രേവതി പറയാം, നടക്കില്ല എന്ന് അമ്മയ്ക്ക് പറയണമെങ്കിൽ അത് സച്ചിയേട്ടനോട് പറഞ്ഞാൽ മതി, എന്നോട് പറയണ്ട കേട്ടോ, സച്ചിയേട്ടൻ പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ സദ്യയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പറയാം. അപ്പോൾ അങ്ങോട്ട് വരികയാണ് നമ്മുടെ ശ്രുതിയും കൂടിയേ. അപ്പോഴും നല്ല മണമൊക്കെ വരുമ്പോൾ ശ്രുതി പറയാണ്, ഇതെന്താ ഇന്നിവിടെ സദ്യയോ, ഇത്രയും കൂട്ടം കറികളോ, എന്താ രേവതി നിനക്കിന്ന്? കൊള്ളാമല്ലോ, ഇന്നെന്താ വിശേഷം, ആരുടെയെങ്കിലും പിറന്നാളാണോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ രേവതി പറയാം, അതെ, സച്ചിയേട്ടൻ്റെ വണ്ടിയിൽ ഓട്ടം വന്ന ഒരാൾക്കാരുണ്ട്, അവരുടെ വെഡിങ് ആനിവേഴ്സറിയാണ്, അപ്പോൾ അവർക്ക് ഇന്ന് ഇവിടെ വെച്ച് ഫുഡ് കൊടുക്കാമെന്ന് തീരുമാനിച്ചിരിക്കുകയെന്ന് പറയാം. അപ്പോൾ ഉടനെ ശ്രുതി പറയാം, ഇത് കൊള്ളാമല്ലോ, ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്നൊക്കെ പറയുന്ന പോലെ സച്ചിയുടെ വണ്ടിയിൽ ഓട്ടം വന്നവർക്ക് വീട്ടിൽ കൊണ്ടുവന്ന് സദ്യ കൊടുക്കുക, ഓഫറാണോ ഇത് കൊള്ളാം, നല്ല പരിപാടിയാണ്, എന്തായാലും നടക്കട്ടെ, നല്ല കറികളൊക്കെ കൂട്ടി ചോറുണ്ടാലോ എന്ന് പറഞ്ഞ് പോവാണ്. അപ്പോൾ വർഷയും വരുന്നുണ്ട്. വർഷയ്ക്കും ഭയങ്കര ഹാപ്പി ആവാണ് കേട്ടോ. വർഷയും പറയുന്നുണ്ട്, കൊള്ളാം, ഇന്ന് അടിപൊളി സദ്യയൊക്കെ കഴിക്കാമല്ലോ, ഏതായാലും രേവതി ചേച്ചി അടിച്ച് പൊളിക്ക്. രേവതി ചേച്ചി എന്ത് ടേസ്റ്റിലെ സാധനം, ഇത്ര പെട്ടെന്ന് രേവതി ചേച്ചി ഇത്രയും ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തു എന്നൊക്കെ ചോദിച്ച് വർഷയും ആ കൂടെ കൂടുന്നുണ്ട്. വർഷയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. അതേസമയം ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യമാണ് കേട്ടോ. അപ്പോൾ ശ്രുതി അവിടെ ഉണ്ട്. അപ്പോൾ ചന്ദ്ര പിന്നെയും വന്നിട്ട് ഈ പറയാണ്, വെറുതെ ആരെയെ വിളിച്ച് സദ്യ കൊടുക്കുന്നു, എൻ്റെ വീട്ടിലല്ലേ ഇതൊക്കെ നടക്കുള്ളൂ എന്ന് പറയാം. അപ്പോഴാണ് കേട്ടോ അവർ വരുന്നത്. ആ പ്രായമായ 2 പേര് വരികയാണ്. അപ്പോൾ ആ 2 പേര് വരുമ്പം ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ഇത് ആരാ എന്ന് ചോദിക്കുക. അപ്പം പറയുന്നുണ്ട്, ഇത് മലേഷ്യക്കാരാണെന്ന് പറയുക. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ നമ്മുടെ ശ്രുതി ഈ വിവരം അറിയാണ് കേട്ടോ. ശ്രുതിയോട് പറയുന്നുണ്ട്, മലേഷ്യയിൽ നിന്ന് വന്നവരാണ്, ശ്രുതിയും കൂടി കാണാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയുക. അപ്പോൾ ശ്രുതിക്ക് ആകെ പണി പാളിയെന്ന് തോന്നുവാണേ. എന്താണെന്ന് വെച്ചാൽ മലേഷ്യക്കാർ അവിടെ നിന്ന് വന്നവരെന്ന് പറയുമ്പം അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ശ്രുതിയുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിയല്ലോ എന്ന് ഓർത്തിട്ട് ശ്രുതി വിചാരിക്കുക, അയ്യോ ദൈവമേ, അവരെ എന്തിനാണോ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്, ഞാൻ ആ സമയത്ത് എങ്ങോട്ടെങ്കിലും പോകാം, എന്തൊരു കള്ളത്തരം പറഞ്ഞാൽ ഇവിടെ നിന്നൊന്ന് പോകുന്നത്, അവർ വരുന്നതിന് മുമ്പ് ഇവിടെ നിന്നൊന്ന് മുങ്ങണം എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ശ്രുതി അഭിനയിക്കുകയാണ് കേട്ടോ. അയ്യോ എനിക്ക് പല്ലുവേദന എടുക്കുന്നേ, ഒരു രക്ഷയില്ലേ, ഭയങ്കര പല്ലുവേദനയാണേ എന്നും പറഞ്ഞ് കാറുക. എന്നിട്ട് ആ ശ്രുതിയുടെ ഫ്രണ്ടിനെ മീരയെ വിളിച്ചിട്ട് പറയുക, നീ ഇങ്ങോട്ട് വരണം, എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വരാനാന്ന് പറയണമെന്ന് പറയാം. അങ്ങനെ മീരയെ വിളിച്ച് വരുത്തി ശ്രുതി ഹോസ്പിറ്റലിലേക്ക് പോവുക. അപ്പോൾ ചന്ദ്ര ചോദിക്കുക, അയ്യോ നല്ല പല്ലുവേദനയാണോ ശ്രുതി എന്ന് ചോദിക്കുക. ആണോന്ന്, എന്ത് പല്ലുവേദനയാണെന്നറിയാമോ എന്നും പറഞ്ഞ് ശ്രുതി അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് എന്ന് പറഞ്ഞിട്ട് മുങ്ങുവാണ് കേട്ടോ. അപ്പം ഉടനെ തന്നെ വർഷ പറയുന്നുണ്ട്, ഞാൻ വരാൻ ശ്രുതി ചേച്ചി, ശ്രുതിയുടെ കൂടെ ഞാനും വരാം, ഒറ്റയ്ക്ക് പോകണ്ടെന്ന് പറയാം. അങ്ങനെ ഒറ്റയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞ് ശ്രുതിയുടെ കൂടെ വർഷയും കൂടി പോവാണ്. അപ്പം ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പം ശ്രുതി പറയുന്നുണ്ട്, ഇനിയിപ്പം നമുക്ക് തിരിച്ച് പോകാമെന്നേ, കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പല്ലുവേദനയൊക്കെ കുറവുണ്ട്. അപ്പോൾ വർഷ പറയുക, അതൊന്നും നടക്കത്തില്ല, ഡോക്ടറെ കണ്ടിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ അങ്ങ് ഇരുത്തിയിരിക്കുക. അതേസമയം മറ്റവർ പ്രായമായ കപ്പിൾസ് അവിടെ വന്നിട്ട് സംസാരിക്കുകയാണ് ചന്ദ്രയോട്. ചന്ദ്ര പറയാ ഞങ്ങൾ മലേഷ്യയിലാണെന്ന് പറയുമ്പോൾ ചന്ദ്രയ്ക്ക് സന്തോഷമാവുകയാണേ. മലേഷ്യയിലോ, എൻ്റെ മരുമോളുടെ വീട് മലേഷ്യയിലാണ്, അവളുടെ അച്ഛനും മലേഷ്യയിലാണ്, നിങ്ങൾ മലേഷ്യയിലാണല്ലേ, അവളുണ്ടായിരുന്നെങ്കിൽ
അവളോട് നിങ്ങൾക്കൊന്ന് സംസാരിച്ച് വിവരങ്ങളൊക്കെ തിരക്കായിരുന്നു എന്ന് പറയാം. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് മലേഷ്യയിൽ എവിടെയാണ് ശ്രുതി എന്ന് ചോദിക്കുക. അപ്പം ചന്ദ്രയ്ക്ക് പറയാനൊന്നും അറിയത്തില്ല. അപ്പോൾ രേവതി എന്തോ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയാം അതിൻ്റെ അടുത്ത് തന്നെയാണല്ലോ ഞങ്ങൾ. എന്നാൽ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അയ്യോ എൻ്റെ മരുമോക്ക് പല്ലുവേദനയായിട്ട് പോയല്ലോ, അവളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവളുമായിട്ട് നിങ്ങൾക്ക് സംസാരിച്ച് ബന്ധം പുതുക്കായിരുന്നു എന്നൊക്കെ പറയുക. അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണേ. അതേസമയം ഹോസ്പിറ്റലിൽ പിടിച്ചിട്ട് പല്ല് കാണിക്കുക വർഷ ശ്രുതിയുടെ. അപ്പോൾ ഡോക്ടർ പറയുകയാണെ ഈ പല്ലിന് ക്യാവിറ്റി ഉണ്ട്, അതുകൊണ്ട് തന്നെ പല്ല് എടുക്കണം എന്ന് പറയാണ്. അങ്ങനെ ഒരു കുഴപ്പമില്ലായിരുന്ന ശ്രുതിയുടെ പല്ലങ്ങ് എടുക്കുക. പല്ലെടുത്തിട്ട് വിടുകയാണ് കേട്ടോ. പല്ലെടുത്തിട്ട് വിടുമ്പം വർഷ ഒരു പണി കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് തന്നെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കൊണ്ടുവരിക. എന്നിട്ട് വർഷ ഇരുന്ന് കഴിക്കുക. കഴിച്ചിട്ട് ശ്രുതിയോട് പറയാം ഐസ്ക്രീം കഴിക്കുന്നോ. അപ്പോൾ ശ്രുതി പറയാം എൻ്റെ പല്ലെടുത്തിരിക്കല്ലേ, ഞാൻ എങ്ങനെ ഐസ്ക്രീം കഴിക്കാനാ, ഈ പല്ലിപ്പം എടുക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. അയ്യോ ശ്രുതിയുടെ പല്ലുവേദനയാന്ന് പറഞ്ഞതല്ലേ, അതുകൊണ്ടല്ലേ പല്ലെടുത്തത്, സാരില്ല ശ്രുതി വാ എന്നും പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ശ്രുതിയുടെ പല്ലുവേദന ഇല്ലാത്ത ശ്രുതിയുടെ ഒരു പല്ലൊക്കെ അങ്ങ് എടുത്ത് വേദനയെല്ലാം അനുഭവിച്ച് ശ്രുതി ഇരിക്കുകയാണ്. മലേഷ്യക്കാരാണെങ്കിൽ അവിടെ നിന്ന് പോവുകയും ചെയ്യുക. അപ്പോഴും ശ്രുതി മനസ്സിൽ വിചാരിക്കുക നന്നായി അവർ പോയല്ലോ, ഇനിയിപ്പോൾ കുഴപ്പമില്ല, ഒരു പല്ലെടുത്താലും പ്രശ്നമില്ല, ആ പാര അങ്ങ് ഒഴിഞ്ഞു പോയല്ലോ എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്